നമ്മൾ കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്, നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്ത കാര്യം ഒന്ന് ഓടിച്ചു പോവാണ്. എല്ലാവരും ഒന്ന് കേൾക്കട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സിൽ കേട്ടാൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇതാണ് ഒന്ന്, അട്ടർബർഗ് ലിമിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അട്ടർബർഗ് ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന പേര് പറയുന്നുണ്ട് അല്ലെ. ഒരു സോയില് വെള്ളത്തിന്റെ കണ്ടന്റ് അനുസരിച്ച് അത് ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്, ഈ 4 സ്റ്റേറ്റുകളുണ്ട്. ഇതിലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ അട്ടർബർഗ് ലിമിറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാവും. നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് കാണിച്ചിരുന്നു, വാട്ടർ കണ്ടന്റിനനുസരിച്ച് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ ആദ്യം വോളിയത്തിന് ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെയാണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിലെ ഓരോ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്, ഇങ്ങനെ 3 ലിമിറ്റുകൾ ഉണ്ട്. ഈ 3 കൂടിയതാണ് അട്ടർബർഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് എ സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറുന്ന വാട്ടർ കണ്ടന്റ് ആണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് കസഗ്രാൻഡേസ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളത് പറഞ്ഞിട്ട് പ്രൊസീജിയർ പറഞ്ഞാണ് 425 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്യുന്ന സോയിൽ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് യൂണിഫോം പേസ്റ്റ് ആക്കുക. അത് ആ കസഗ്രാൻഡ് അപ്പാറ്റസിൽ ഫില്ല് ചെയ്ത് അതിനകത്തൊരു ഗ്രൂവ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അത് റൊട്ടേറ്റ് ചെയ്ത് അതിന് ഒരു ബ്ലോ കൊടുക്കുക അല്ലെ. എന്നിട്ട് ആ ബ്ലോയും അതിലെ വാട്ടർ കണ്ടന്റും ഉപയോഗിച്ച് നമ്മളൊരു കർവ്, ഒരു ഗ്രാഫ് വരക്കും. ആ ഗ്രാഫിന്റെ പേരാണ് ഫ്ലോ കർവ് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടോ, എല്ലാവരും ഒന്ന് കേട്ടാൽ മതി. ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കുക. ആ കർവിൽ നിന്ന് എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ഫ്ലോയും വൈ ആക്സിസിൽ വാട്ടർ കണ്ടന്റും ആണ്. എക്സ് ആക്സിസിൽ ലോഗ് സ്കെയിലാണ്, വൈ ആക്സിസ് സാധാ സ്കെയിലാണ്. അതിലെ എക്സ് ആക്സിസിലെ നമ്പർ ഓഫ് ഫ്ലോ 25 നമ്പർ ഓഫ് ഫ്ലോസിന് നേരെ വരുന്ന വാട്ടർ കണ്ടന്റ് എത്രയാണോ അതാണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആ ഫ്ലോ കർവിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ഫ്ലോ ഇൻഡെക്സ് കിട്ടും. ഫ്ലോ ഇൻഡെക്സ് ആണ് IF is equal to W1 minus W2 by log N2 by N1. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റ് പറഞ്ഞു, വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ടു സെമി സോളിഡ് സ്റ്റേറ്റ്. അതിന് ത്രെഡ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. 3 mm ഒരു സോയിലിനെ ഒരു ത്രെഡ് ആക്കി മാറ്റുക. ആ സ്റ്റേറ്റിലുള്ള വാട്ടർ കണ്ടന്റ് ആണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷ്രിങ്കേജ് ലിമിറ്റ്, ഇറ്റ് ഈസ് എ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം സെമി സോളിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ്. അങ്ങനെ വാട്ടർ കണ്ടന്റ് കുറച്ചാലും അതിൽ വോളിയം ഡിക്രീസ് ചെയ്യില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് കണ്ടുപിടിക്കാൻ മെർക്കുറി മെത്തേഡാണ് അല്ലെ. മെർക്കുറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയില് വെറ്റായ സോയിലിന്റെ വെയിറ്റും അതിന്റെ വോളിയം കണ്ടുപിടിക്കുക, ഡ്രൈ ആയ സോയിലിന്റെ വെയിറ്റും അതിന്റെ വോളിയം കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ ഇതിന്റെ ബാക്കിയിലേക്ക് പോകണം. ഓക്കെ, റെഡി അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞേ. റെഡി? പോട്ടെ, റെസ്പോൺസിന് പോട്ടെ. യാ, ഓക്കെ, ഗുഡ്. യാ, ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കിയിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾ ആ ഇക്വേഷനൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം, ഇക്വേഷൻ ഒന്നും വിട്ടുപോകരുത്. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിയിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞു, ഇത് ആ എക്സ്പെരിമെന്റിന്റെ ബേസിലാണ് അല്ലെ. ഓൾസോ നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഈ WS എന്ന് പറഞ്ഞാൽ ഷ്രിങ്കേജ് ലിമിറ്റ് തന്നെയാണ് കേട്ടോ. ഷ്രിങ്കേജ് ലിമിറ്റ് നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റ് എന്നാൽ SL എന്നോ അല്ലെങ്കിൽ WS എന്നോ സൂചിപ്പിക്കാം. കാരണം അതൊരു വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, so also ഷ്രിങ്കേജ് ലിമിറ്റ് is equal to VD gamma W by WS minus 1 by G. VD എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് ഡ്രൈ സ്റ്റേറ്റ്, gamma W എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, WS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വെയിറ്റ് ഓഫ് സോളിഡ് അല്ലെ, മൈനസ് 1 by G എന്ന് പറഞ്ഞാൽ G is the specific gravity. ഇനി അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഇങ്ങനെ ഒരു രൂപത്തിൽ എഴുതാം, gamma W by gamma D minus 1 by G അല്ലെ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1 minus SR minus 1 by G. അതിൽ SR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷ്രിങ്കേജ് റേഷ്യോ. ഷ്രിങ്കേജ് റേഷ്യോ എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. കാരണം വെറ്റ് സോയിൽ നമ്മൾ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് ഷ്രിങ്ക് ചെയ്യും. ആ ഷ്രിങ്ക് ചെയ്യുന്നതിന്റെ റേഷ്യോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. V1 minus V2 by VD divided by W1 minus W2 into 100. V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയം, V2 പറഞ്ഞാൽ നെക്സ്റ്റ് കണ്ടീഷനിലെ വോളിയം, VD എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിലെ വോളിയം,
W എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെയിറ്റ്, W2 പറഞ്ഞാൽ സെക്കൻഡ് വെയിറ്റ്. അപ്പൊ ഇതാണ് ഷ്രിങ്കേജ് റേഷ്യോ. ഓക്കെ, ഇപ്പൊ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് ആ അറ്റർബർഗ് ലിമിറ്റുകളെയാണ്. ഇനി അറ്റർബർഗ് ഇൻഡെക്സുകളാണ്. അറ്റർബർഗ് ഇൻഡെക്സുകൾ കുറച്ച് ഇക്വേഷൻസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫറൻസുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ അറ്റർബർഗ് ഇൻഡെക്സ് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. അറ്റർബർഗ് ഇൻഡെക്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. നമ്മൾ അടുത്ത ടോപ്പിക്കാണ് അറ്റർബർഗ് ഇൻഡെക്സുകൾ. ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ കേട്ടോ. അറ്റർബർഗ് ഇൻഡെക്സ് ഒന്ന് ടൈപ്പ് ചെയ്യും. അറ്റർബർഗ് ഇൻഡെക്സ് പോട്ടെ. ഓക്കെ, അറ്റർബർഗ് ഇൻഡെക്സ് പോട്ടെ. യാ, സെന്നു, ശ്രീരാജ്, നസ്രുൽ, സരിക, നസ്ലി, ഷിബ്ലി, ഷാമിൽ, ഷഗീം, മുഫീദ, സിമിയദാസ്, വിഷ്ണു, സഹിൻഷ, സഹല, സഫ്രീന, സജിലേഷ്. ഓക്കെ, ഗുഡ്. യാ, അപ്പൊ ഇതിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ അറ്റർബർഗ് ഇൻഡെക്സ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയും. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് അതിനെ സൂചിപ്പിക്കുന്നത് IP എന്നാണ്. IP, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അത് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഒരു സോയിലിന്റെ നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കിട്ടി, അതിന്റെ പ്ലാസ്റ്റിക് ലിമിറ്റും കിട്ടിയാൽ അതിന്റെ ഡിഫറൻസ് ആണ് അറ്റർബർഗ് ഇൻഡെക്സിലെ ആദ്യത്തത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 38ഉം അതിന്റെ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 25 ആണ് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് അല്ലെ 30 - 25 എത്ര വരും അല്ലെ? 10 - 13 അല്ലെ? 13. അപ്പൊ ഈ വാല്യൂ ആണ്, കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ വാല്യൂ നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒരു സോയില് പ്ലാസ്റ്റിക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലേ സോയിലൊക്കെ നമ്മൾ ഇത് കണ്ടുപിടിക്കാറുണ്ട്, അത് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് പ്ലാസ്റ്റിക് ആണോ അല്ലേ എന്ന് പറയാന്നുള്ള ടേബിളർ കോളത്തിൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. IPയും അതിന്റെ പ്ലാസ്റ്റിസിറ്റിയും. ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ, 0 എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആവും അല്ലെ? രണ്ട് ഈക്വൽ ആയ വാല്യൂ, ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഈക്വൽ. അതാണെങ്കിൽ അതൊരു നോൺ പ്ലാസ്റ്റിക് സോയിലാണ്. അത് നോൺ പ്ലാസ്റ്റിക് ആയിരിക്കും, പ്ലാസ്റ്റിക് അല്ല. ഇനി <7 ആണെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക് ആവുള്ളൂ. ഒരു 7 to 17 ആണ് അതിന്റെ വാല്യൂ എങ്കിൽ മീഡിയം പ്ലാസ്റ്റിക് ആണ്. 17നേക്കാളും കൂടുതലാണെങ്കിൽ അത് ഹൈലി പ്ലാസ്റ്റിക് ആണ്. കാരണം പ്ലാസ്റ്റിക് സോയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാത്രങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെ പല ഷേപ്പിലേക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് സോയിലാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? കാര്യം മനസ്സിലായത്? ഓക്കെ ആണോ? ചാറ്റ് ബോക്സ് പറഞ്ഞു ഓക്കെ ആണെങ്കിൽ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്നാൽ WL - WP, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ? സീമിയദാസ് ഒന്ന് മൈക്കോൺ ആക്കിയ. സീമിയദാസ്, അപ്പൊ ഈ ഒരു സോയിൽ നിങ്ങൾ കണ്ടുപിടിച്ചപ്പോ അതിന്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ 15 ഒന്ന് വിചാരിക്കും, 15. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിസിറ്റി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? മീഡിയം പ്ലാസ്റ്റിക് അല്ലേ? മീഡിയം പ്ലാസ്റ്റിക് ആണല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ്. അല്ല, നമുക്ക് അങ്ങനെ അത് പറയാൻ പറ്റും. യാ, ഗുഡ്. ഇനി അടുത്ത ഒരു ഇൻഡെക്സ് ആണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് കേട്ടോ. അടുത്ത ഇൻഡെക്സ് ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് അതിന്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. W - WP by IP. ഇതില് W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് കേട്ടോ. അവിടെ വെറും W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നാച്ചുറൽ വാട്ടർ കണ്ടന്റ്. W എന്ന് പറയുന്നത് നാച്ചുറൽ വാട്ടർ കണ്ടന്റ്, അല്ലെങ്കിൽ കറന്റ് സ്റ്റേറ്റിലെ വാട്ടർ കണ്ടന്റ്, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആണ് W എന്ന് പറയുന്നത്. WP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ലിമിറ്റ്. IP എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. അപ്പൊ ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്നാൽ IL എന്നാണ് സൂചിപ്പിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു W - WP by IP. W എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വാട്ടർ കണ്ടന്റ്, WP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ്, IP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, അതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. ദെൻ അടുത്തത് വരുന്നത് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. നമ്മളിപ്പോ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു മാറ്റം അതിനുണ്ടാവുള്ളൂ. കൺസിസ്റ്റൻസി ഇൻഡെക്സ് IC എന്ന് പറയും. അതിന്റെ വാല്യൂ WL - W by IP. ഈ രണ്ട് ഇക്വേഷനും കൂടെ ചെറിയൊരു ബന്ധമുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ രണ്ടും IP ആണ് അല്ലെ? മുകളില് W രണ്ടോടത്തുണ്ട്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. പിന്നെ ഉള്ളത് ഓരോടത്ത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, പ്ലാസ്റ്റിക് ലിമിറ്റും മറ്റേ ഭാഗത്ത് ലിക്വിഡ് ലിമിറ്റും ആണ്. അതാണ് വ്യത്യാസം അല്ലെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ വരിക? IC plus IL വാല്യൂ ആഡ് ചെയ്ത് എന്ത് വരും നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. ICന്റെ വാല്യൂം ILന്റെ വാല്യൂം കൂടെ ആഡ് ചെയ്ത് എന്താ വരിക? നിങ്ങൾക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് നോക്കിയേ, നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയത്. IC plus IL ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എങ്ങനെ വരും? W - WP by IP plus WL - W by IP എന്ന് വരും അല്ലെ?
IP രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം അല്ലേ? W മൈനസ് WP പ്ലസ് WL മൈനസ് W ബൈ IP എന്ന് വരും അല്ലേ? അതിൽ ആ ഡബ്ല്യൂയും ക്യാൻസൽ ചെയ്ത് പോലെ ഡബ്ല്യൂയും ക്യാൻസൽ ചെയ്ത് പോകും. ചാറ്റ് ബോക്സിൽ IP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കറക്റ്റ് അല്ല, ചെക്ക് ചെയ്യാം. സഖി പറയുന്നു 1 എന്ന്. ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. സഖി ഏതാണ് കറക്റ്റ് ആൻസർ? യാ, സീമിയ ദാസ് കറക്റ്റ് ആൻസർ 1 ആണ്. 1 വരിക. കാരണം മുകളിലും എന്ത് വരും? WL മൈനസ് WP എന്ന് വരും, താഴെ IP എന്ന് വരും. WL മൈനസ് WP എന്ന് പറഞ്ഞാൽ IP തന്നെയാണ്. IP ബൈ IP എന്ന് വരും, അതിന്റെ വാല്യൂ 1 ആവും. സോ ഇഫ് യു ആർ ആഡിങ് IC പ്ലസ് IL യു വിൽ ഗെറ്റ് 1 or 100%. ഓക്കെ, ഈ കൺസിസ്റ്റൻസി ഇൻഡെക്സിന്റെ വാല്യൂവിന്റെ ടാബുലാർ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതിന്റെ സ്റ്റേറ്റ്, അതിന്റെ വാല്യൂ 1 ആണെങ്കിൽ, കൺസിസ്റ്റൻസി ഇൻഡെക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ സോയിൽ അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. കാരണം 1 ആവുക പറഞ്ഞാൽ മുകളിലും താഴെ IP ആവുക എന്നർത്ഥം. അപ്പൊ മുകളിൽ IP ആവണമെങ്കിൽ W എന്നുള്ള സാധനം WP ആവണം. അപ്പൊ വാട്ടർ കണ്ടന്റ് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് വരും. അതിന്റെ വാല്യൂ 0 ആണെങ്കിൽ മുകളിലത്തെ സാധനം 0. അപ്പൊ W എന്ന് പറഞ്ഞ ലിക്വിഡ് ലിമിറ്റിലാണ്, സോയിൽ അറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ? 1ൽ കൂടുതലാണെങ്കിൽ സോയിൽ അറ്റ് സെമി സോളിഡ് സ്റ്റേറ്റ്. പിന്നെ 0ൽ കുറവാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ലിമിറ്റ്. ഇതാണ് അതിന്റെ കണ്ടീഷൻസ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇക്വേഷൻസ് ഒക്കെ ആവശ്യമാണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് അറിഞ്ഞു വെക്കുക. ഇനി ഫ്ലോ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത ഫ്ലോ ഇൻഡെക്സ് നമ്മൾ ആ ലിക്വിഡ് ലിമിറ്റിന്റെ ഫ്ലോ കർവ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഫ്ലോ കർവിന്റെ കൂടെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഫ്ലോ കർവിന്റെ കൂടെ നമ്മൾ പറഞ്ഞു. ഫ്ലോ കർവ് എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും, എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ഫ്ലോയും വൈ ആക്സിസിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരുന്ന ഒരു ഫ്ലോ കർവാണ് ഫ്ലോ കർവ് എന്ന് പറഞ്ഞാൽ. അതിന്റെ സ്ലോപ്പാണ്, ആ കർവിന്റെ സ്ലോപ്പാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ടഫ്നെസ് ഇൻഡെക്സ് കേട്ടോളൂ. ടഫ്നെസ് ഇൻഡെക്സ് IT. ടഫ്നെസ് ഇൻഡെക്സ് പറഞ്ഞാൽ IP ബൈ IF ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ്. എല്ലാവരും ആ ഇക്വേഷൻ ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ IT is equal to IP by IF. ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ, ഒന്ന് കാണട്ടെ. ടഫ്നെസ് ഇൻഡെക്സ് is equal to IP by IF. ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യൂ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. പോരട്ടെ? IP by IF വേഗം ടൈപ്പ് ചെയ്യൂ. IT is equal to IP by IF. Yes, Simya Das, good. Toughness index is equal to plasticity index by flow index. Good. Yeah, very good. എല്ലാവരും ടൈപ്പ് ചെയ്യൂ കേട്ടോ. Good. Okay. Yes. ഇനി ഇതുപോലെ ചില യൂസ്ഫുൾ റിലേഷൻസ് ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതൊന്നാണ് ഷ്രിങ്കേജ് ഇൻഡെക്സ്, IS. ഷ്രിങ്കേജ് ഇൻഡെക്സ് ആണ് WL മൈനസ് WS, ലിക്വിഡ് ലിമിറ്റ് മൈനസ് ഷ്രിങ്കേജ് ഇൻഡെക്സ്. പിന്നെ ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഷ്രിങ്കേജ് റേഷ്യോ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ വോളിമെട്രിക് ഷ്രിങ്കേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. വോളിമെട്രിക് ഷ്രിങ്കേജ് എന്നുള്ള ഇക്വേഷന് അത് V1 മൈനസ് VD ബൈ VD ഇൻറ്റു 100 എന്ന് വെച്ചാൽ ഫസ്റ്റ് വോളിയം മൈനസ് ഡ്രൈ വോളിയം ബൈ ഡ്രൈ വോളിയം ഇൻറ്റു 100. ഓക്കെ, വോളിമെട്രിക് ഷ്രിങ്കേജ് ഈസ് ഓൾസോ ഈക്വൽ ടു ഷ്രിങ്കേജ് റേഷ്യോ ഇൻറ്റു W1 മൈനസ് W2. കുറെ ഇക്വേഷൻസ് ഉണ്ട്, അത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ കേട്ടോ. പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ അറ്റർബർഗ് ലിമിറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്ന ഭാഗങ്ങൾ. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണ്ട, ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും കേട്ടോളൂ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, കേട്ടോളൂ. എ സോയിൽ ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് 47% ആൻഡ് 33%. ഒരു സോയിൽ തന്നിട്ടുണ്ട്, അതിന്റെ ലിക്വിഡ് ലിമിറ്റ് 47%ഉം പ്ലാസ്റ്റിക് ലിമിറ്റ് 33% ആണ്. ഇഫ് ദ വോളിയോമെട്രിക് ഷ്രിങ്കേജ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, വോളിയോമെട്രിക് ഷ്രിങ്കേജ് പറഞ്ഞാൽ V1 മൈനസ് VD ബൈ VD എന്നാണ്. അതായത് ഒരു കണ്ടീഷനിലെ വോളിയം മൈനസ് ഡ്രൈ വോളിയം ഡിവൈഡ് ബൈ ഡ്രൈ വോളിയം ഇൻറ്റു 100. അതാണ് വോളിയോമെട്രിക് ഷ്രിങ്കേജ്. എപ്പോഴും അറിഞ്ഞിരിക്കണം, അത്യാവശ്യമുള്ള സാധനം. വോളിയോമെട്രിക് ഷ്രിങ്കേജ് അറ്റ് ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിക്വിഡ് ലിമിറ്റിലെയും പ്ലാസ്റ്റിക് ലിമിറ്റിലെയും വോളിയോമെട്രിക് ഷ്രിങ്കേജ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചത് ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ചെയ്യുന്ന ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ സാധനം കേട്ടോ. ഞാനത് ചെയ്യുന്ന കാണിക്കാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇവിടെ നമുക്ക് തന്ന സാധനങ്ങള് ഞാൻ ഒന്ന് എഴുതുകയാണ്. എല്ലാവരും നോട്ടിലത് എഴുതണം, ശ്രദ്ധിച്ചോളൂ. ലിക്വിഡ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ 47% ആണ്, 47%. അതുപോലെ പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ വാല്യൂ 33% ആണ്.
പിന്നെ പറഞ്ഞത് വോളിയമെട്രിക് ഷ്രിങ്കേജ് അറ്റ് ലിക്വിഡ് ലിമിറ്റ്. വോളിയമെട്രിക് ഷ്രിങ്കേജ് അറ്റ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വോളിയമെട്രിക് ഷ്രിങ്കേജ് അറ്റ് ലിക്വിഡ് ലിമിറ്റ് VSLL എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 44%. അതേപോലെ വോളിയമെട്രിക് ഷ്രിങ്കേജ് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നുണ്ടല്ലേ, പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ വാല്യൂ 29%. അല്ലെ, ലിക്വിഡ് ലിമിറ്റിലെ വോളിയമെട്രിക് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് ലിക്വിഡ് ലിമിറ്റ് മൈനസ് ഡ്രൈ വോളിയം ഡിവൈഡഡ് ബൈ ഡ്രൈ വോളിയം ഇൻറ്റു 100. ഇതാണ് ആ സാധനം. വോളിയം അറ്റ് ലിക്വിഡ് ലിമിറ്റ് മൈനസ് ഡ്രൈ വോളിയം ഡിവൈഡ് ബൈ ഡ്രൈ വോളിയം ഇൻറ്റു 100. ഇതാണ് വോളിയമെട്രിക് ഷ്രിങ്കേജ് അറ്റ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 44% ആണ്. അതേപോലെ പ്ലാസ്റ്റിക് ലിമിറ്റിലെ ഷ്രിങ്കേജ് വോളിയമെട്രിക് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ഡ്രൈ വോളിയം ഡിവൈഡഡ് ബൈ ഡ്രൈ വോളിയം ഇൻറ്റു 100. ഇതാണ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നമ്മൾ ഒരു ഗ്രാഫിലേക്ക് പോകണം. ശ്രദ്ധിച്ചോട്ടോ, ഈ ഗ്രാഫ് എല്ലാവരും ശ്രദ്ധിക്കൂ, ഫോണിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഇവിടെ വാട്ടർ കണ്ടന്റും വോളിയം നമ്മളെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിലെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന വോളിയം അതാണ് ഡ്രൈ വോളിയം, അത് ഡ്രൈ വോളിയം ആണ്. ഓക്കെ, പിന്നെ പ്ലാസ്റ്റിക് ലിമിറ്റിൽ ഉണ്ടാവുന്ന വോളിയം ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു, അത് VPL അല്ലെ, വോളിയം മറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റിൽ ഉണ്ടാവുന്ന വോളിയം ഞാൻ അതുപോലെ അത് മാർക്ക് ചെയ്തു, ദാറ്റ് ഈസ് VLL അല്ലെ. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ നമുക്കത് ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിന് ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് ആ റേഷ്യോ, ലീനിയറിന്റെ റേഷ്യോ, ഇപ്പോൾ പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ഷ്രിങ്കേജ് ലിമിറ്റ് ഡിവൈഡ് ബൈ, നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യം ഈ ഒരു കേസ് ഷ്രിങ്കേജ് പ്ലാസ്റ്റിക് കേസ് നോക്കുക, അതിന്റെ വോളിയം എടുക്കുക. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് വോളിയം അറ്റ് ഡ്രൈ സ്റ്റേറ്റ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് ലിക്വിഡ് ലിമിറ്റ് മൈനസ് വോളിയം അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഇങ്ങനെ നമുക്ക് റേഷ്യോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, കാരണം ലീനിയർ ആയതുകൊണ്ട് ആ റേഷ്യോ സ്ലോപ്പ് എപ്പോഴും സെയിം ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് റേഷ്യോ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റ്. ഓക്കെ, ഇതിൽ നോക്കൂ, പ്ലാസ്റ്റിക് ലിമിറ്റും ലിക്വിഡ് ലിമിറ്റും തന്നിട്ടുണ്ട് 47, 33. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ വാല്യൂ 47 ആണ്, പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ വാല്യൂ 33 ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ ആ റിലേഷൻ ഉണ്ട്, ലിക്വിഡ് ലിമിറ്റിന്റെ വോളിയം എന്നുള്ളത് നോക്കിക്കോളൂ. അതായത് 44 is equal to അല്ലെ, 44 is equal to V at liquid limit minus VD divided by VD തന്നെ അല്ലെ, VD into 100. അതേപോലെ തന്നെ 29% എന്ന് പറയുന്നത് V at പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് VD ഡിവൈഡഡ് ബൈ VD into 100 അല്ലെ. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിലെ ലിക്വിഡ് ലിമിറ്റിന്റെ വോളിയം 1 ആണെന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് V liquid limit is equal to 1. ലിക്വിഡ് ലിമിറ്റിന്റെ വോളിയം 1 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഡ്രൈ വോളിയം ഒന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തെ റിലേഷനിൽ നിന്ന് ഞാനിപ്പോ ഈ വട്ടട്ടിരിക്കുന്ന റിലേഷനിൽ നിന്ന് ഇഫ് ദ വോളിയം ഓഫ് ലിക്വിഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1, അത് 1 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VD ഒന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ചാറ്റ് ബോക്സ് പറഞ്ഞേ. എന്റെ വാല്യൂ ചാറ്റ് ബോക്സ് പറഞ്ഞേ, ഒന്ന് ചാറ്റ് ബോക്സ് പറയും. ഞാനിവിടെ താഴെ ചെയ്തു തരാം. അപ്പൊ എന്ത് ചെയ്യും, 44 is equal to 1 minus VD divided by VD into 100 എന്ന് വരും അല്ലെ. അതിൽ നിന്ന് VD കണ്ടുപിടിക്കാം അല്ലേ. ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, എന്ത് വരും, 0.44 VD is equal to 1 minus VD എന്നാവും അല്ലെ. ആ VD ഇങ്ങോട്ട് കൊണ്ടുവന്നാല് 1.44 VD is equal to 1 എന്നാവും. അപ്പൊ VD is equal to 1 by 1.44 എന്നാവും അല്ലെ. VDന്റെ വാല്യൂ VD is equal to 1 divided by 1.44 എത്ര വരും, ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. 1 by 1.44 അതാണ് വാല്യൂ ഓഫ് VD വരിക. ആ 0.69. വെരി ഗുഡ് അല്ലെ. അപ്പൊ VDന്റെ വാല്യൂ നമ്മൾ ആ ഗ്രാഫിൽ അടയാളപ്പെടുത്തുകയാണ്. VDന്റെ വാല്യൂ 0.69, VLന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 1 ആണെന്ന് അസ്യൂം ചെയ്തു അല്ലെ. ഇനി ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ, ഞാനിപ്പോ ഈ വട്ടട്ട രണ്ടാമത്തിൽ കൊടുത്താൽ അതിൽ നിങ്ങൾക്ക് VPന്റെ ഇക്വേഷൻ കിട്ടും. കാരണം VPന്റെ വാല്യൂ കിട്ടും, കാരണം VD നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിൽ നിന്ന് VPന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ, വോളിയം ഓഫ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഒന്ന് കണ്ടുപിടിച്ചേ.
ഒന്ന് കണ്ടുപിടിക്കും. വോളിയം ഓഫ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. നമ്മൾ ചെയ്തതെന്ന് കണ്ടുപിടിച്ച് ചെയ്തേ. പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ വോളിയം ഇത് കണ്ടുപിടിക്കുമ്പോൾ 29 അല്ലെ, 29 is equal to VPL നമുക്ക് അറിയില്ല, മൈനസ് 0.69 കണ്ടുപിടിച്ചത് ഡിവൈഡ് ബൈ 0.69 അല്ലെ, 0.69 അല്ലെ ഇൻറ്റു 100 തരും അല്ലെ. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോഴേ 0.29 ഇൻറ്റു 0.69 ഇസ് ഈക്വൽ ടു VPL മൈനസ് 0.69 വരും. ഇതിൽ VPL മാത്രമേ അറിയാത്തുണ്ടാവുള്ളൂ. അത് സോൾവ് ചെയ്യുക. എത്ര വാല്യൂ കിട്ടിയോ ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VPL? ഒന്ന് പറയൂ. ആ 0.89 അല്ലേ, 0.89. വെരി ഗുഡ്, 0.89 അല്ലേ. അപ്പൊ VPLന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.89 അല്ലേ, 0.89. അപ്പൊ ആ ഗ്രാഫിൽ VPLന്റെ വാല്യൂ കിട്ടി 0.89 കിട്ടി അല്ലെ. അപ്പൊ അതില് VD കിട്ടി, VPL കിട്ടി, VLL കിട്ടി. ഇത് നമ്മൾ ഏറ്റവും മുകളിൽ കാണിച്ച റിലേഷൻ, ഏറ്റവും മുകളിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രിങ്കേജ് ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി എല്ലാ വാല്യൂ കിട്ടിയിട്ടുണ്ടോ ഒന്ന് കണ്ടുപിടിച്ചേ. ആരാണ് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാലോ. ദ ഫസ്റ്റ് വൺ ഒന്ന് കണ്ടുപിടിച്ചേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ശ്രിങ്കേജ് ലിമിറ്റ്, SLന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കും. ആ റിലേഷൻ എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് അല്ലെ, ഗ്രാഫിൽ നിന്നുള്ള ലീനിയർ റിലേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണത്. ഒന്ന് ചെയ്യ്. എങ്ങനെ വരിക? പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ വാല്യൂ 33 അല്ലേ, 33. അപ്പൊ 33 എന്ന് വരുമ്പോ 33 മൈനസ് ശ്രിങ്കേജ് ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ VPL എന്ന് പറഞ്ഞാൽ 0.89 അല്ലെ, 0.89 മൈനസ് VD എന്ന് പറഞ്ഞാൽ 0.69. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ 47 മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ വാല്യൂ 33 ഡിവൈഡഡ് ബൈ VL എന്ന് പറഞ്ഞാൽ 1, VPL പറഞ്ഞാൽ 0.89. ഇതിൽ ആകെ അറിയാത്തത് ശ്രിങ്കേജ് ലിമിറ്റ് മാത്രമാണ്. അതിന്റെ വാല്യൂ കണ്ടെത്തുക. എത്ര വരും ഒന്ന് പറഞ്ഞേ, ഒന്ന് കണ്ടെത്തൂ കേട്ടോ. വേഗം കണ്ടെത്തിയേ. വേഗം കണ്ടെത്തും. ഏഴ് 7.5 എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? എല്ലാവരും പറഞ്ഞ 7.5 എന്നാണ് എല്ലാവരും പറയുന്നത്. 7.5. അല്ലേ, അത് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ആൻസർ 7.54% ആണ് ശ്രിങ്കേജ് ലിമിറ്റ് വാല്യൂ. ഓക്കെ, ഗുഡ്. കറക്റ്റാണ്. യാ, അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ ഇതുപോലെ ഒന്നുകൂടെ ചെയ്ത് പഠിക്കട്ടോ. ഇനി നിങ്ങൾക്കുള്ള ചില ക്വസ്റ്റ്യൻസ്, ഇതിന്റെ ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യൂ. ഓപ്ഷൻ ഏതാണെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലിക്വിഡ് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച്. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ലിക്വിഡ് ലിമിറ്റ് ഏത് വാട്ടർ കണ്ടന്റാ? എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ പറയൂ, ചാറ്റ് ബോക്സ് പറയൂ. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോഴാണ്? ഓപ്ഷൻ സി എന്ന് പറയുന്നു അല്ലെ. ഏതാ സി? ഏതാ? സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു പ്ലാസ്റ്റിക്. കറക്റ്റ് ആണ് അല്ലെ. വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ്. ലിക്വിഡ് ലിമിറ്റ് ഈസ് എ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, കസഗ്രാൻഡെ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ. ഇതിൽ ഏത് ഡിറ്റർമിൻ ചെയ്യാനാണ് കസഗ്രാൻഡെ അപ്പാരറ്റസ് ഉപയോഗിക്കുക? ലിക്വിഡ് ലിമിറ്റ് ആണോ, പ്ലാസ്റ്റിക് ലിമിറ്റ് ആണോ, ശ്രിങ്കേജ് ലിമിറ്റ് ആണോ, അതോ ഒന്നും അല്ലേ? ഏത് ഓപ്ഷൻ?
എ, ഓപ്ഷൻ എ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ലിക്വിഡ് ലിമിറ്റ്, ഗുഡ് ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഷ്രിങ്കേജ് ലിമിറ്റിലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? ഷ്രിങ്കേജ് ലിമിറ്റിലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? ഒന്ന് പറഞ്ഞേ. അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? എത്രയാ? ഓപ്ഷൻ ഡി 100 അല്ലെ? ഷ്രിങ്കേജ് ലിമിറ്റ് ആയാലും പ്ലാസ്റ്റിക് ലിമിറ്റ് ആയാലും ലിക്വിഡ് ലിമിറ്റ് എല്ലാത്തിലും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആട്ടോ. ഓക്കെ, എല്ലാത്തിലും 1 ആണ്. ഓക്കെ, അടുത്തത്. ഇൻ ത്രെഡ് ടെസ്റ്റ് ദ സോയിൽ ഈസ് റോൾഡ് ഇൻ ടു എ ഡയമീറ്റർ ഓഫ്. ത്രെഡ് ടെസ്റ്റില് ആ സോയിൽ എത്ര mm ഉള്ള ഡയമീറ്റർ ആകല? ബി അല്ലെ? 3 mm. വെരി ഗുഡ്, വെരി ഗുഡ്. 3 mm, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സം ഓഫ് ലിക്വിഡിറ്റി ഇൻഡെക്സ് ആൻഡ് കൺസിസ്റ്റന്റി ഇൻഡെക്സ് ഇൻ പെർസെന്റേജ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ലിക്വിഡിറ്റി ഇൻഡെക്സും കൺസിസ്റ്റൻസി ഇൻഡെക്സും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? IL പ്ലസ് IC. നമ്മൾ നേരത്തെ നിങ്ങൾ ചെയ്തത് സാധനമാണ്. എത്രയാ? സി 100% അല്ലെ? പെർസെന്റേജ് ആകുമ്പോൾ 100. ഓക്കെ, അടുത്തത് ഷ്രിങ്കേജ് ഇൻഡെക്സ്. ഷ്രിങ്കേജ് ഇൻഡെക്സ് WL മൈനസ് WS അല്ലെ? നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ സോയിൽ സാമ്പിൾ യൂസ്ഡ് ഫോർ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ് ടെസ്റ്റ്. ഏത് സീവ ഉപയോഗിക്കാൻ പറഞ്ഞാൽ മതി. ഏതാ? ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഷ്രിങ്കേജ് ലിമിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് 425 മൈക്രോൺ. 425 മൈക്രോൺ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് എ റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടന്റ് ഡസ് നോട്ട് കോസ് ഡിക്രീസ് ഇൻ വോളിയം ഓഫ് സോയിൽ മാസ്. അതിലേതാ? ഏതോ ലിമിറ്റ് ഉണ്ട്, അതിൽ നിന്ന് വീണ്ടും നമ്മൾ വെള്ളം കുറച്ചാൽ പോലും വോളിയം റെഡ്യൂസ് ചെയ്യില്ല. അതേതാ? ഏതാ അത്? വോളിയം റെഡ്യൂസ് ചെയ്താൽ, സോറി, വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്താൽ വോളിയത്തിൽ ചേഞ്ച് ഇല്ലാത്ത ഏത് ലിമിറ്റാണ്? ലിക്വിഡ് ലിമിറ്റിന്ന് വെള്ളം സി, ഓപ്ഷൻ സി അല്ലെ? ഷ്രിങ്കേജ് ലിമിറ്റ്. വെരി ഗുഡ്, ഷ്രിങ്കേജ് ലിമിറ്റ് ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ, ഗുഡ് ഗുഡ്. അതുപോലെ ഇത് പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ. If the water content is reduced below the shrinkage limit, then the total volume of soil. സെയിം ക്വസ്റ്റ്യൻ വേറൊരു ടേമിൽ ചോദിച്ചാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഷ്രിങ്കേജ് ലിമിറ്റിന് താഴോട്ട് നമ്മൾ വെള്ളം റെഡ്യൂസ് ചെയ്താൽ വോളിയത്തിന് എന്ത് സംഭവിക്കും? സി റിമെയിൻ ദ സെയിം അല്ലെ? ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഓഫ് സോയിൽ മാസ് ലൈസ് ബിറ്റ്വീൻ ഇറ്റ്സ് ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്, then the soil is said to be in. നിങ്ങൾ ആ ഗ്രാഫ് ആലോചിക്കാം. ആ ഗ്രാഫില് ഒരു ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ഗ്രാഫ് ഇതാണ് അല്ലെ? ഇവിടെ വാട്ടർ കണ്ടന്റും ഇവിടെ വോളിയാണ്. ഗ്രാഫ് ഇങ്ങനെ വന്ന് നേരെ മേലേക്ക് പോകണം അല്ലെ? ഇത് ഷ്രിങ്കേജ് ലിമിറ്റ്, ഇവിടെ എവിടെയോ പ്ലാസ്റ്റിക് ലിമിറ്റ് ഉണ്ടാവും, ഇവിടെ എവിടെയോ ലിക്വിഡ് ലിമിറ്റ് ഉണ്ടാവും. നിങ്ങളോട് ചോദിച്ചത് ഇഫ് ദ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ മാസ് ലൈസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ ഇതാണ് ലിക്വിഡ് ലിമിറ്റ്, ഇതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് സോയിൽ. ഇപ്പൊ ഞാൻ ഈ വട്ടട്ടോർത്താണ്. അങ്ങനെയാണെങ്കിൽ അത് ആ സോയിലിന്റെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദ്യം. ഏതാ സ്റ്റേറ്റ്? ലിക്വിഡ് ആണോ, പ്ലാസ്റ്റിക് ആണോ, സെമി സോളിഡ് ആണോ, സോളിഡ് ആണോ? ഏതാ? ആൻസർ പറഞ്ഞേ. ഏത് സ്റ്റേറ്റ് അത്? ബി അല്ലേ? പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണ്. കറക്റ്റ് കറക്റ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഗുഡ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആട്ടാ വരിക. ബി കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ സോയിൽ ഹാസ് എ ഷ്രിങ്കേജ് ലിമിറ്റ് ഓഫ് 10%. ഷ്രിങ്കേജ് ലിമിറ്റിന്റെ വാല്യൂ 10% ആണ്. ജിന്റെ വാല്യൂ 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ പോറോസിറ്റി എത്രയാണെന്ന് ചോദ്യം. പോറോസിറ്റി എന്നിന്റെ വാല്യൂ ചോദിച്ചത്. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചുള്ള റിലേഷൻ ഉണ്ട്. WG = ES എന്ന് പറയുന്ന റിലേഷൻ. ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ W എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് തന്നെയാണ്. അതിന്റെ വാല്യൂ 10 എന്ന് വെച്ചാൽ 0.1 അല്ലെ? ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 2.5. നമുക്ക് ഈ അറിയില്ല, ഈ കണ്ടുപിടിച്ചാൽ പോറോസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഇൻറ്റു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര ആയിരിക്കും? ഷ്രിങ്കേജ് ലിമിറ്റിലാവുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷന്റെ വാല്യൂ എത്ര? ചാറ്റ് ബോക്സ് പറഞ്ഞേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷ്രിങ്കേജ് ലിമിറ്റ്? സോറി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് 1 അല്ലെ? 1 ആണ്. അപ്പൊ അത് ഇൻറ്റു 1 എന്ന് വരും അല്ലെ? നമുക്ക് ഇത് ഉപയോഗിച്ച് ഈ കണ്ടുപിടിക്കാൻ പറ്റും. E = 0.1 × 2.5 എന്ന് വരും അല്ലെ? 2.5 ഇൻറ്റു 0.1 അല്ലെ? അത് നമുക്ക് കിട്ടിയാല് 2.5 ഇൻറ്റു 0.1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ 0.25 അല്ലെ? ഇത് ഈ വാല്യൂ കിട്ടിയാൽ നമുക്ക് n കണ്ടുപിടിക്കാം. കാരണം പോറോസിറ്റി ഞാൻ ചോദിച്ചു. n = E/1 + E അല്ലെ? അപ്പൊ n-ന്റെ വാല്യൂ 0.25 ഡിവൈഡ് ബൈ 1 + 0.25 അല്ലെ? എത്ര വാല്യൂ ഒന്ന് ചേർത്ത് പറഞ്ഞതിന്റെ വാല്യൂ എത്ര കിട്ടോ? എത്ര കിട്ടുക? വാല്യൂ 0.2 എന്നാണ് കിട്ടുക. 0.2 പറഞ്ഞാൽ 20% അല്ലെ?
ഓപ്ഷൻ ബി ആ കിട്ടുക കേട്ടോ. ഓപ്ഷൻ ബി. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ലാസ്റ്റ്, ഇത് കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഇതോടുകൂടി നിർത്തുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വായിച്ചോളൂ. സോയിൽ ആസ് എ ലിക്വിഡ് ലിമിറ്റ് 25% ആണ്. ലിക്വിഡ് ലിമിറ്റ് 25% ആണ്. ഫ്ലോ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 12.5% ആണ്. നിങ്ങൾ ചോദിച്ച് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ടഫ്നെസ് ഇൻഡെക്സും ചോദിച്ചത്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങള്, ഒന്ന് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് IP എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്, അത് കണ്ടുപിടിക്കാം. രണ്ടാമത് ചോദിച്ച് ടഫ്നെസ് ഇൻഡെക്സ് ആണ്, IT എന്ന് പറഞ്ഞാൽ IP/IF ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ്. ഇതിന്റെ വാല്യൂ, IPന്റെ വാല്യൂ ലിക്വിഡ് ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 25% ആണ്, മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട് 15 ആണ്. അപ്പൊ എത്ര വരും? 10 അല്ലേ? അത് 10. പിന്നെ ഫ്ലോ ടഫ്നെസ് ഇൻഡെക്സ് പറഞ്ഞാൽ IP/IF ആണ്. IPന്റെ വാല്യൂ 10 തന്നു, IFന്റെ വാല്യൂ 12.5 തന്നു. എത്ര വാല്യൂ വരിക? ഒന്ന് ടഫ്നെസ് ഇൻഡെക്സിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞു കേട്ടോ. എന്റെ വാല്യൂ കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. എത്ര വരും? 0.8 എന്ന് പറയുന്നത്. 0.8. ഓക്കെ, ഗുഡ് അല്ലേ? 0.8. ഓക്കെ, ഗുഡ്. ഈക്വൽ ടു 0.8. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇങ്ങനെ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ ഓക്കെ ആണോ?